ബലിവേദിയിൽ തിരുയാഗമായി അണിചേരുവിൻ ജനമേ, അതിശ്രേഷ്ഠമേ തിരുപൂജയിൽ ഭയമോടെ ആദരവായി അനുതാപമാർന്നണയാം അതിമോഹനം പരിപൂജിതം ബലിതൻ സമയം. മിശിഹായിൽ സ്നേഹമുള്ളവരെ, സഭ ഇന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തൃത്വം എന്ന് പറയുക ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായി നമുക്ക് ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സങ്കല്പമാണ് തൃത്വം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്നാൽ ഇവരെല്ലാവരും ഒന്നായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉൾക്കൊള്ളുവാൻ, മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അത് വലിയ സത്യമാണത്. ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക, പ്രതീകം. ഈ തൃത്വത്തിൻ്റെ തിരുനാൾ നാം ഇന്ന് സഭയിൽ ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ ഈ ഐക്യവും സ്നേഹവും കൂട്ടായ്മയും ഒക്കെ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് ദൈവത്തോട് കൃപ യാചിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈശോയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ രോഗത്തെ, COVID-19 എന്ന വലിയ രോഗാവസ്ഥയെ, അതിൻ്റെ പിന്നിൽ വേദനിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കരങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലിയിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുമ്പാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടിപ്പുകഴ്ത്തിടുവിൻ. വാനിടമേ ദേവദൂതരേ, നാഥനെ വാഴ്ത്തിടുവിൻ. അമ്പരമേ ജലസഞ്ചയമേ, നിത്യം പാടിപ്പുകഴ്ത്തിടുവിൻ. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും
അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമീൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ വിയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമീൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമീൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 6 1 മുതൽ 11 വരെ തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും. വിശുദ്ധ സഹോദരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സഹോദരനെ പറ്റി പരാതി ഉണ്ടാകുമ്പോൾ അവൻ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം നീതിരഹിതരായ വിജാതിയുടെ വിധി തേടാൻ മുതിരുന്നുവോ? വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾക്കറിവില്ലേ? നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരായിരിക്കെ നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് വിധി കൽപ്പിക്കാൻ അയോഗ്യരാകുന്നതെങ്ങനെ? ദൂതന്മാരെ വിധിക്കേണ്ടവരാണ് നാം എന്ന് നിങ്ങൾക്കറിവില്ലേ? അങ്ങനെയെങ്കിൽ ഹൈഹിക കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ടോ? ഹൈഹിക കാര്യങ്ങളെക്കുറിച്ച് വിധി പറയേണ്ടി വരുമ്പോൾ സഭ അല്പവും വിലമതിക്കാത്തവരെ നിങ്ങൾ ന്യായാധിപരായി അവരോധിക്കുന്നുവോ? നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ പോലും നിങ്ങളിടയിൽ ഇല്ലെന്ന് വരുമോ? സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി ന്യായാസനത്തെ സമീപിക്കുന്നു, അതും വിജാതിയുടെ ന്യായാസനത്തെ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ? നിങ്ങൾ തന്നെ സഹോദരനെ പോലും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു. എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷമവനിലരുളാൻ അഭിഷേകം ചെയ്തെന്നെ, പരിപാവനാത്മനിറവാൻ പരിപൂരിതനായി മണ്ണിൽ, ഹൃദയം തകരുന്നവരിൽ
പകരും പരമാശ്വാസം. തടവിൽ കഴിയുന്നവരെ വിടുവിച്ചരുളും മുക്തി. സുവിശേഷമവനിലരുളാൻ അഭിഷേകം ചെയ്തെന്നെ. പരിപാവനാത്മനിറവാൽ പരിപൂരിതനായി മന്നിൽ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങേ ആത്മാവോടും കൂടി. വിശുദ്ധ ലൂക്കായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഫരിസയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കുവാൻ അവനെ ക്ഷണിച്ചു. യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിലിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിലിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീര് കൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച ഫരിസയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു, ഇവൻ ഒരു പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനിയാണല്ലോ. യേശു അവനോട് പറഞ്ഞു, ശമയോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയുവാനുണ്ട്. ശമയോൻ ഗുരു അരുൾ ചെയ്താലുമെന്ന് അവൻ പറഞ്ഞു. ഒരു ഉത്തമവർണ്ണന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ദനാറ കടപ്പെട്ടിരുന്നു. വീട്ടുവാൻ കഴിവില്ലാത്തതുകൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശമയോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തുവോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശമയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നുണ്ടല്ലോ. ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, കാല് കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണുനീര് കൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചതു മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധതൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പരസ്പരം പറയുവാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോകുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് വായിക്കുവാനിടയായി. ഒരു വ്യക്തിയുടെ പൊക്കത്തെക്കുറിച്ചും അവൻ്റെ ഉയരത്തെക്കുറിച്ചും പറയുന്ന അതിൻ്റെ വ്യത്യാസത്തെക്കുറിച്ചാണ് ആ കുറിപ്പിൽ സൂചിപ്പിക്കുക. പൊക്കവും ഉയരവും ഇത് രണ്ടും ഒരേ അർത്ഥത്തിലുള്ള വാക്കുകളാണ് എങ്കിലും ആ കുറിപ്പിൽ അതിൻ്റെ വ്യത്യാസം അതിൽ പറഞ്ഞിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ പൊക്കം എന്ന് പറയുക അവൻ്റെ ശരീരത്തിൻ്റെ നീളം. എന്നാൽ ഒരു വ്യക്തിയുടെ ഉയരം എന്ന് പറയുന്നത് അത് സൂചിപ്പിക്കുന്നത് മനസ്സിൻ്റെ വിശാലതയാണ്. ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ മനസ്സ് എത്ര വിശാലമാണോ അതിൻ്റെ മനസ്സിൽ എത്രമാത്രം സ്നേഹവും മറ്റുള്ളവരുള്ള അനുകമ്പയും കരുണയുമെല്ലാം ഉൾച്ചേർന്നിട്ടുണ്ടോ അതാണ് ആ മനുഷ്യൻ്റെ ആ വ്യക്തിയുടെ ഉയരം എന്നാണ് ആ കുറിപ്പിൽ സൂചിപ്പിക്കുക. ലോകത്തെ കീഴടക്കുവാൻ ശ്രമിച്ച നെപ്പോളിയൻ ചക്രവർത്തിയും അതുപോലെ ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവുമൊക്കെ അവരുടെ പൊക്കക്കുറവിനെക്കുറിച്ച് അല്പം അപകർഷതാബോധം ഉള്ളവരായിരുന്നു എന്നാണ് ആ കുറിപ്പിൽ പറയുക. എന്നാൽ ലോകത്തിന് മുമ്പിൽ അവർ വലിയ ഉയരമുള്ളവരായിരുന്നു. വെറുതെ പൊക്കക്കുറവല്ല, ഉയരം. നമ്മൾ കുഞ്ഞുണ്ണി പാടിയതുപോലെ ഉയരക്കുറവാണ്, ഉയരമില്ലായ്മയാണ് എൻ്റെ ഉയരം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ വിശാലത അതാണ് അവനെ ഉയരങ്ങളിലേക്ക് അവനെ ഉയർത്തുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ നടന്ന കാര്യങ്ങൾ മീഡിയയിൽ കൂടിയൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡ് എന്ന മനുഷ്യനെ അവിടെ അമേരിക്കൻ പോലീസ് അവനെ താഴെ കിടത്തിയിട്ട് അവനെ കഴുത്തിൽ മുട്ടുകാൽ കയറ്റിവെച്ച് അമർത്തി
അവൻ മരണപ്പെടുന്നതായിട്ട് നാം കണ്ടതാണ്. അതിന് വീഡിയോ പോലും പ്രചരിക്കുകയുണ്ടായി. അപ്പോൾ ആ മനുഷ്യൻ ആ കർത്തവർഗക്കാരനെ കീഴ്പ്പെടുത്തി അവനെ താഴെ കിടത്തിക്കൊണ്ട് അവന് കഴുത്തിൽ മുട്ടുകാല് കയറ്റി വെച്ച് അവനെ ഞെരിച്ചു കൊന്ന ആ വെള്ളക്കാരനായിട്ടുള്ള പോലീസുകാരൻ വലിയ പൊക്കമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ അവൻ്റെ മനസ്സിന് എത്രമാത്രം വിശാലതയുണ്ട് എന്ന് നാം തന്നെ ചിന്തിക്കുക. എന്നാൽ ഈ പ്രക്ഷോഭങ്ങൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജോർജ് ഫ്ലോയിഡിൻ്റെ മരണം, അതിൻ്റെ മരണ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത മകൾ ജിയന്ന എന്ന കൊച്ചു പെൺകുട്ടി അന്ന് അവിടെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഡാഡി ലോകം മുഴുവനും മാറ്റിമറിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഈ കൊച്ചുകുട്ടിയുടെ ഉയരം പോലും ആ പോലീസുകാരന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചിന്തിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുക, ഉയരം എന്നതുകൊണ്ട് അർത്ഥമാക്കുക എപ്പോഴും മനുഷ്യൻ്റെ മനസ്സിൻ്റെ വിശാലതയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് അംഗീകരിക്കുവാനായിട്ട് സാധിക്കുന്ന യഥാർത്ഥമായ സ്നേഹം ഉൾക്കൊള്ളുന്ന വ്യക്തിത്വം, അതാണ് ഉയരമുള്ള മനുഷ്യൻ. അവന് പൊക്കമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവന് ഉയരം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഉയരം ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത, ഇത് എത്രമാത്രം ഉണ്ട് എന്ന് നാമൊക്കെ വിലയിരുത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആൻ്റണി ഡിമല്ലോയുടെ ഒരു കഥയുണ്ട്. അത് മനുഷ്യൻ്റെ ജീവിതത്തിന് ശേഷം അന്ത്യവിധിക്കായിട്ട് എല്ലാ മനുഷ്യരെയും ദൈവം ഒരുമിച്ച് കൂട്ടി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ദൈവം അവരോട് പറയുന്നു, ഞാൻ നിങ്ങളെ വിധിക്കുവാൻ പോകുകയാണ്. അപ്പോൾ വിധിക്കേണ്ടത് ഇപ്രകാരമാണ്. അതിൻ്റെ മാനദണ്ഡമെന്ന് പറയുക, ഞാൻ നിങ്ങൾക്ക് നൽകിയ 10 കൽപ്പനകളാണ്. ഞാൻ ഓരോ കൽപ്പനകൾ ഇപ്പോൾ പറയും. ആ കൽപ്പനകൾ പറയുമ്പോൾ അത് ലംഘിച്ചിട്ടുള്ളവർ ഇടതുവശത്തേക്ക് മാറി നിൽക്കുക. എന്നിട്ട് ദൈവം ഓരോ കൽപ്പനകൾ പറയാൻ തുടങ്ങി. 1-ാമത്തെ കൽപ്പന പറഞ്ഞു, കുറേ പേര് അവിടെ നിന്ന് ഇടതുവശത്തേക്ക് മാറി നിന്നു. അങ്ങനെ ഓരോ കൽപ്പനകൾ പറയും തോറും ഇടതുവശത്തേക്ക് ആളുകൾ മാറി മാറി നിൽക്കുവാൻ തുടങ്ങി. 10-ാമത്തെ കൽപ്പനയും പറഞ്ഞു കഴിഞ്ഞു. ദൈവം നോക്കിയപ്പോൾ വലതുവശത്ത് ഒരേ ഒരു ആൾ മാത്രമാണ് അവശേഷിച്ചിരിക്കുക. ബാക്കി എല്ലാവരും ഇടതുവശത്താണ്. അപ്പോൾ ദൈവത്തിന് വളരെ സങ്കടമായി. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇതാ ആ ഒരു വ്യക്തി മാത്രമാണ് എല്ലാ കൽപ്പനകളും പാലിച്ചിട്ടുള്ളത്. ദൈവം ആ മനുഷ്യനെ അഭിനന്ദിച്ചു. എന്നിട്ട് ചോദിച്ചു, നിനക്കിത് എങ്ങനെ സാധിച്ചു? മറ്റെല്ലാവരും ഇതുപോലെ തെറ്റ് ചെയ്തപ്പോൾ നീ മാത്രം എല്ലാ കൽപ്പനകളും കൃത്യമായി പാലിച്ച് ദൈവസന്നിധിയിൽ സ്വർഗത്തിന് അവകാശിയാകുവാനായിട്ട് നിനക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ സ്വർഗം നേടുക എന്നുള്ളത് മാത്രമായിരുന്നു. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചത്. ദൈവം പറഞ്ഞു, നീ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക, ബാക്കി എല്ലാവരും നരകത്തിലേക്ക് പോയിക്കൊള്ളുക. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് മനസ്സിന് ഒരു അസ്വസ്ഥത ഉണ്ടാകുകയാണ്. ദൈവം വീണ്ടും ഒന്നുകൂടി മാറ്റി ചിന്തിക്കുവാനായിട്ട് തയ്യാറാകുന്നു. ദൈവം വീണ്ടും എല്ലാവരെയും കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വീണ്ടും വിളിച്ചു കൂട്ടി. എന്നിട്ട് ദൈവം അവരോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും നരകത്തിലേക്ക് നിങ്ങൾ പോയി, പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള നന്മ, എൻ്റെ ഹൃദയം അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്ഷമിക്കുവാനായിട്ട് തയ്യാറാകുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചിരിക്കുന്നു, ക്ഷമിച്ചിരിക്കുന്നു. എല്ലാവർക്കും വളരെ സന്തോഷമായി. പക്ഷേ ഒരു വ്യക്തിയുടെ മുഖം മാത്രം കറുത്തിരുണ്ട് വന്നു. അത് നേരത്തെ സ്വർഗത്തിലേക്ക് പോയ ആ മനുഷ്യൻ്റെ മുഖമാണ്. അവൻ ദൈവത്തോട് തട്ടിക്കയറുവാൻ തുടങ്ങി. എന്ത് പണിയാണ് നീ കാണിച്ചത്? അവരെല്ലാവരും പാപം ചെയ്ത് ജീവിച്ചവരാ, പക്ഷേ അവർക്ക് നീ സ്വർഗത്തിന് അവകാശിയാക്കി നീ അവരെ മാറ്റിയിരിക്കുന്നു. അവരെല്ലാവരെയും ഞാൻ ഭൂമിയിൽ ഒത്തിരിയേറെ ത്യാഗങ്ങൾ സഹിച്ച് ജീവിച്ച മനുഷ്യനാണ്, പക്ഷേ അവരെല്ലാവരെയും നീ എന്നോട് തുല്യരാക്കി നീ അവരെ സ്വർഗത്തിലേക്ക് ആനയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ദൈവത്തോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നീയാണ് ഇപ്പോൾ നരകത്തിന് അവകാശിയായിട്ടുള്ളവൻ. നിൻ്റെ ഹൃദയമാണ് ഉയരമില്ലാത്ത ഉൾക്കൊള്ളുവാനായി മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ ഇടുങ്ങിയ ഹൃദയം നിൻ്റേതാണ്. അതുകൊണ്ട് നീയാണ് സ്വർഗരാജ്യത്തിന് അവകാശിയല്ലാത്ത, എന്നാൽ നരകത്തിന് അവകാശിയുള്ള മനുഷ്യൻ നീയാണ് എന്ന് പറഞ്ഞ് ദൈവം അവനെ നരകത്തിലേക്ക് അയക്കുന്നതായിട്ടാണ് ആൻ്റണി ഡിമല്ലോ ആ കഥയിൽ പറയുക. അത് കളിയാക്കിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഒരു വലിയ സത്യം ഇത് നമ്മോട് പറയുന്നുണ്ട്. യഥാർത്ഥമായ സ്നേഹം, യഥാർത്ഥമായ സ്നേഹമുള്ള ഹൃദയം, മനുഷ്യ മനസ്സ്, അവിടെ മാത്രമേ യഥാർത്ഥമായ ദൈവവിശ്വാസം ഉണ്ടാകുകയുള്ളൂ. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നവന് ദൈവത്തിന് യഥാർത്ഥമായി വിശ്വസിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം അവിടെ കണ്ടു, ആ ഫരിസയൻ യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. അത് യേശുവിനുള്ള സ്നേഹം കൊണ്ടാണ് അല്ല. കാരണം അതിൽ തന്നെ പറയുന്നു, അവൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല.
ഒരു യഹൂദൻ്റെ ഭവനത്തിലേക്ക് ഒരു വിശിഷ്ട വ്യക്തി കടന്നു വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കർത്താവ് അത് പറഞ്ഞവനെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. നീ എൻ്റെ പാദങ്ങൾ കഴുകിയില്ല, എന്നെ ചുംബിച്ചില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്നു. അത് ഒരു വിശിഷ്ട വ്യക്തി ഒരു ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഗ്രഹനാഥൻ ചെയ്യേണ്ട കാര്യമാണിത്. പക്ഷേ ആ മനുഷ്യനത് ചെയ്തില്ല. അപ്പോൾ അത് യേശുവിനുള്ള സ്നേഹത്തെ പ്രതിയല്ല അയാൾ യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചത്, പിന്നെയോ പ്രശസ്തിക്കു വേണ്ടി മാത്രമായിട്ടാണ് അയാൾ അത് ചെയ്തത്. എന്നാലും പാപിനിയായ ആ സ്ത്രീ, അവളെ ക്ഷണിച്ചിട്ടല്ല അവൾ വന്നത്. അവൾ യേശുവിനെ കണ്ടെത്തിക്കൊണ്ട് യേശുവിനുള്ള സ്നേഹത്തെ പ്രതി അവൾ ആ ധനികൻ്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വന്നതല്ല. യേശുവിനെ കാണുവാനായിട്ട്, യേശുവിൻ്റെ പാദങ്ങളിൽ തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കുവാനായിട്ട് പശ്ചാത്താപത്തോടുകൂടി കടന്നു വന്നതാണ് ആ സ്ത്രീ. അവിടെ അവളാണ് ദൈവത്തിന് മുമ്പിൽ സ്വീകാരിയായിട്ട് മാറിയത്. ലോകത്തിന് മുമ്പിൽ അവൾ പാപിയാണ്. മറ്റെല്ലാവരും ഈ ഫരിസയൻ, യേശുവിനെ ക്ഷണിച്ച ഫരിസയൻ ലോകത്തിന് മുമ്പിൽ വളരെ ഉന്നതനായുള്ള മനുഷ്യനാണ്. പക്ഷേ ദൈവത്തിന് മുമ്പിൽ അയാൾ ഉയരമില്ലാത്തവനാണ്. ഈ പാപിയായ സ്ത്രീ ആണെങ്കിൽ അവളാണ് ഉയരമുള്ളവളായിട്ട് യേശു അവളെ ഉൾക്കൊള്ളുക, അവളെ അംഗീകരിക്കുക. അപ്പോൾ നമുക്ക് എത്രമാത്രം പ്രശസ്തി ഉണ്ട് എന്നുള്ളതിലല്ല, ദൈവം എന്നെ എപ്രകാരം ഉൾക്കൊള്ളുന്നു എന്നതിലാണ് എൻ്റെ ശ്രേഷ്ഠത, എൻ്റെ ഉയരം അടങ്ങിയിരിക്കുക. ദൈവം എന്നെ എപ്രകാരം ഉൾക്കൊള്ളുന്നു, എൻ്റെ മനസ്സിൽ ദൈവത്തോടുള്ള സ്നേഹം, അതായത് അനുകമ്പയും സ്നേഹവും ഒക്കെ ഉൾച്ചേർന്നിട്ടുണ്ട് എങ്കിൽ ദൈവം എന്നെ ഉയരമുള്ളവനായിട്ട് അംഗീകരിക്കും. ഇന്ന് തൃത്വത്തിന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായും ഈ തൃത്വം എന്ന് പറയുന്ന സങ്കല്പം അത് നമുക്ക് നൽകുന്ന വലിയ ഏറ്റവും വലിയ സന്ദേശം സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, എല്ലാവരും ഉൾക്കൊള്ളുന്ന ആ വലിയ സന്ദേശമാണ് ഇന്ന് ദിവസം നമുക്ക് നൽകുക. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, എല്ലാവരെയും അംഗീകരിക്കുവാൻ, എല്ലാവരുടെ അനുകമ്പയും സ്നേഹവും പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന ഉയരമുള്ള ഒരു വ്യക്തിത്വം, ഉയരമുള്ള വിശാലമായുള്ളൊരു മനസ്സ്, അതാണ് ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കാം. ദൈവം നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പന്തക്കുസ്ത തിരുനാളിൽ സ്ത്രീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാ സ്ത്രീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയെയും മാർ ആന്റണി കരിയൽ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിതരങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശയിലൂടെ ദൈവീ ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡകളിലും ക്ലേശങ്ങളിലും സ്ത്രീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്നതിന് ഞങ്ങൾ പ്രത്യാശയും ധൈര്യവും നൽകുന്ന എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരെ പ്രശോഭിപ്പിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവുമുത്തനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്നേഹന്മാരെ നിറച്ച കർത്താവേ, ഈ ദിവ്യാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും നിനക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും നിന്റെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായ നയിക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാൽ അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ
അവിടുത്തെ വിശുദ്ധ പീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താതനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാധരമൂർത്തിയിടാൻ പാവനമീ ബലിയിൽ ആദിയിലെ പോലെ നന്നേക്കും. ആമേൻ ആമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ, ആമേൻ ആമേൻ. മർത്തോമായെയും നിടസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാം. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തന പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമദൃശ്യവുമായ സകലത്തിലെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തിലുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ.
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് വരട്ടെ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധന രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖാമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്തുതികളിൽ വാഴുന്ന ദൈവമേ, ഓശാന ഓശാന ഓശാന. ബലവാനായി വാഴുന്ന സൃഷ്ടാവേ, ഓശാന ഓശാന ഓശാന. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കഥാവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദർശനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കിയ ദാസൻ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നൈമത്തിനാഥനരായി വിരുദ്ധരിക്കുവാൻ നൈമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കഥാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രികൾ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും
ഞങ്ങളുടെ മേലെ ദക്ഷിണപിതാവുമായി മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷിയുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വരപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഞങ്ങളുടെ സമൂഹത്തിന് വേണ്ടിയും അവരുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ട് എല്ലാവരുടെയും എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും കോവിഡ് രോഗനിമിത്തം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികൾക്ക് വേണ്ടിയും അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവം പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധമായ ബലിപീഠത്തിന് മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവുന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷിവന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും ആവശ്യമായ നരമ്പലത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ് എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഇവിടെ നാഥനും രക്ഷകനുമായ യേശുമിശിഹായുടെ അനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വിയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങേ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങൾ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും യോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധന എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകൾ പാടുവതു പുണ്യം. ധന്യമേ ജീവിതം ആത്മനാഥാനിനക്കാരാധന. ആത്മജനേ കിടുന്നാരാധന. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളെ സമീപിക്കാം. അനുവാദങ്ങളാകുന്ന ശരണത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം.
ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടിയ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവ് ഈ ബലി ഞങ്ങളുടെ ശരീരങ്ങളെ ഉറപ്പിനും ആത്മാക്കളെ രക്ഷിക്കാൻ കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തി പുലർത്തണമേ. ഞങ്ങളുടെ നാവുകളിൽ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അതരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുവാനെന്ന് ഉപദേശിച്ചുകൊണ്ട് നിശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ ലഭിച്ച മനവിശ്വാസത്തോടുകൂടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവേ, അങ്ങയുടെ സഹായത്താൽ വിശുദ്ധർ വിശ്വാസത്തിനു വേണ്ടി സമരം ചെയ്തു വിജയം വരിച്ചു. അങ്ങയുടെ ആത്മസമർപ്പണം അവരെ ധൈര്യപ്പെടുത്തുകയും അങ്ങയുടെ സ്നേഹം അവർക്ക് പ്രചോദനമരുളുകയും ചെയ്തു. അവരോടുകൂടി ഭാവി ജീവിതത്തിൻ്റെ പ്രത്യാശയിൽ ഞങ്ങളും പങ്കുചേരുകയും ഭക്ത്യാദരപൂർവ്വം ഈ ദിവ്യരഹസ്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു. നമ്മെ ജീവിതത്താവശ്യമിശിയുടെ കൃപാവരമത്തെ കാരുണ്യത്താൽ എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരി വരുവിൻ, മിശിഹായുടെ ശരീരത്തെ സഹീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ ശരീര രക്തം കടങ്ങളുടെ ബോധിക്ക് നിത്യജീവനം കാരണമാകട്ടെ. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുമുറിവിൽ ഞാനേകാം കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവിലപ്പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം തിരുഹൃദയത്തിൻ മുൻപിൽ. ഹൃദയത്തിലേക്ക് ഈശോയെ സ്വീകരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. അരൂപിയിൽ അവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഈശോയെ, എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലേക്കും നീ കടന്നു വരണമേ. എൻ്റെ മനസ്സിനെ, എൻ്റെ ഹൃദയത്തെ നീ വിശാലമുള്ളതാക്കി മാറ്റണമേ. എല്ലാവരും ഉൾക്കൊള്ളുവാൻ തക്ക രീതിയിൽ തൃത്വത്തിൻ്റെ ആ വിശാലത ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും അംഗീകരിക്കാൻ തക്ക രീതിയിലുള്ള ഹൃദയവിശാലത എനിക്കും നൽകണമേ. എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനിയൊരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുതേ. ഹാ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഹാ അറിയപ്പെടാത്ത സ്നേഹമേ, ഹാ എൻ്റെ പ്രിയനെ, എപ്പോൾ അങ്ങ് എന്നെ അങ്ങയുടേതായി സ്വീകരിക്കും. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവിതായിക ദൈവമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയെ പങ്കുള്ള യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർ നിന്യമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കുട്ടികളുടെ വേദപാഠം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഓൺലൈനിൽ കുട്ടികളുടെ വേദപാഠം ആരംഭിക്കുന്നു. എല്ലാവരും അതിൽ പങ്കെടുപ്പിക്കുവാനായിട്ട് മാതാക്കാരുടെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ
ക്ലാസ്സുകൾ ജൂൺ മാസം മുതൽ സ്കൂൾ തലത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു. ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുവാനായിട്ട് നിങ്ങൾ എത്രമാത്രം നിങ്ങൾ താല്പര്യം കാണിക്കുന്നുവോ ആ താല്പര്യം വേദപാഠം ഓൺലൈനിൽ വരുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുവാനായിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുവാൻ മാതാപിതാക്കന്മാരും ആ താല്പര്യം തന്നെ കാണിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞായറാഴ്ച 1 മണിക്കൂറെങ്കിലും നിങ്ങൾ കുട്ടികളെ വേദപാഠം പഠിപ്പിക്കുവാനായിട്ട് മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കുക. ഓരോ ക്ലാസ് ടീച്ചേഴ്സും അവരുടേതായിട്ടുള്ള ഒരു ക്ലാസ്സിൽ ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളിലേക്ക് അവരുടെ അന്നത്തെ ക്ലാസ്സുകൾ അവർക്ക് അയച്ചു തരുന്നതാണ്. അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ് ഓൺലൈനിൽ. അപ്പോൾ ആ ലിങ്കിൽ കയറി നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എങ്ങനെയായിരിക്കണം ഒരു ക്ലാസ് 1 മണിക്കൂർ ചെലവഴിക്കേണ്ടത് എന്നതിൻ്റെ ഒരു മാർഗ്ഗരേഖയും അതോടൊപ്പം അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി അത് ചെയ്യേണ്ട കാര്യങ്ങൾ വിധമെല്ലാം അത് മനസ്സിലാക്കി മാതാപിതാക്കന്മാരും അതിൽ നിന്ന് താല്പര്യം കാണിച്ച് കഴിഞ്ഞ ഞായറാഴ്ചത്തെ പിതാവിൻ്റെ സർക്കുലർ നിങ്ങളെല്ലാം വായിച്ചു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അഭിനയ പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തി. അതിൽ കൂടി വേദപാഠം കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് ഏറ്റവും പ്രാഥമികമായുള്ള ഉത്തരവാദിത്തം അത് മാതാപിതാക്കന്മാർക്കുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങളുടെ വീടുകളിൽ, ഭവനങ്ങളിൽ നിങ്ങളുടെ കുട്ടികളെ എല്ലാ ഞായറാഴ്ചയും 1 മണിക്കൂർ തന്നെയെങ്കിലും ഈ വേദപാഠം പഠിപ്പിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ അത് മാതാപിതാക്കന്മാർ തന്നെ കൂടുതൽ താല്പര്യപ്പെടുത്തെങ്കിൽ മാത്രമേ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് താല്പര്യം കാണിക്കണം, അതിന് ഉപേക്ഷ വരുത്തരുത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ്സുകൾ രാവിലെ 9 മണിയോടുകൂടി നിങ്ങളുടെ മൊബൈലിലേക്ക് അതിൻ്റെ ക്ലാസ്സുകളുടെ ലിങ്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ആ ലിങ്കിൽ നിങ്ങൾ കയറി യൂട്യൂബിൽ ആ ചാനൽ കയറി ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാനായിട്ടും അതിൽ പറഞ്ഞിരിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേദപാഠ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടും ശ്രമിക്കണം എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ചൊവ്വാഴ്ച മുതൽ നമ്മുടെ പള്ളി തുറക്കുവാൻ അനുവാദം നമുക്ക് ഗവൺമെൻറ് തലത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പേപ്പറിൽ കൂടി നിങ്ങൾക്ക് വായിച്ചു. പക്ഷേ എങ്കിലും അതിൻ്റെ വ്യക്തമായിട്ടുള്ള മാർഗ്ഗരേഖയൊന്നും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പിന്നീട് നിങ്ങളെ വാട്സപ്പ് വഴി നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള നമുക്ക് മാർഗ്ഗരേഖ ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് കൃത്യമായിട്ടൊന്നും പറയുവാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് കിട്ടിയ അറിവ് മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ, പേപ്പറിൽ വായിച്ച അറിവ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായുള്ള മാർഗ്ഗരേഖ ഈ ദിവസങ്ങളിൽ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. കർത്താവായ ദൈവമേ, സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായി, സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ വഴി നമ്മുടെ കർത്താവ് യേശു മിശിഹായെ നാം ശുശ്രൂഷിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനും പരിശുദ്ധ മാലാഖമാർ നിച്ചുള്ള നിത്യാനന്ദത്തിനും തിരുസന്നിധിയിലുള്ള സംപ്രീതിക്കും സ്വർഗീയ ജെറുസലേമിൽ തൻ്റെ വലതുഭാഗത്തുള്ള സ്ഥാനത്തിനും അവർ നമ്മെ യോഗ്യരാക്കട്ടെ. നമ്മുടെയും ലോകം മുഴുവൻ്റെയും തിരുസഭയുടെയും അവളുടെ സന്താനങ്ങളുടെയും മേൽ അവിടുന്ന് കൃപയും അനുഗ്രഹവും വർഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. കടങ്ങളുടെ പൊതിക്കും പാപങ്ങളെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമല്ലോ എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസത്തോട് കൊടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മകനെയും പ്രവചിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റണമേ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലെ ആനന്ദവും ആശ്വാസവും പരലോകത്തെ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ.
കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദ്യരാജ്ഞിയെ വിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ.